പ്രമേയ അവതാരകൻ സംസാരിക്കുമ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ വന്നതിനെ കുറിച്ച് അടക്കം പറയുകയുണ്ടായല്ലോ. സർ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണണ്ടേ? അത് ഒരു മദ്യവ്യാപനമായിട്ടാണോ കാണേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയല്ലേ അതിൽ കാണാൻ നമുക്ക് കഴിയേണ്ടത്? എന്തിനാണ് അതിനെ ആ തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു പഞ്ചായത്തിൽ, കാസർഗോഡ് നമ്മൾ അത്ര വലിയ വികസിച്ച ഒരു നാടല്ലല്ലോ, പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ പോയാൽ 3 5 സ്റ്റാർ ഹോട്ടൽ അവിടെയുണ്ട്. ഇല്ലേ? ഇത് അല്ല, ഇത് കുന്നിന്റെ അല്ല, പുതുമയല്ല. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഒരു പ്രധാന കേന്ദ്രം, ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ ഇനിയും വരികയാണ് കേട്ടോ, ഇനിയും വരാൻ പോവുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വളർച്ച നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ്. അതിന് നമ്മൾ അഭിമാനത്തോടെയല്ലേ കാണുന്നത്. അതിലെന്തോ ഒരു വല്ലാത്ത ഒരു അപകടം ദർശിക്കുന്ന മട്ടിലായിപ്പോയി അവതരണം. യഥാർത്ഥത്തിൽ ലഹരി നടപടികളുടെ കാര്യത്തിൽ, അത് തടയാനുള്ള നടപടികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നാം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കിയത്. ഇവിടെ അതോടൊപ്പം റാഗിങ്ങിന്റെ കാര്യം പറയുകയുണ്ട്. റാഗിങ് ഇടയ്ക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവായിപ്പോയി എന്ന് നമ്മളെല്ലാവരും ആശ്വസിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ അത് വീണ്ടും തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്നൊരു ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ ആൻറ്റി റാഗിങ് നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതിനോട് പൊതുവെ യോജിപ്പ് തന്നെയാണുള്ളത്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചയും നടപടികളും സ്വീകരിക്കുകയും ചെയ്യണം. ഈ കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ